എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്. ഫിലിമിഷക്കിന്റെ ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. സിനിമയുടെ പേര് പറയാം, ആദിപുരുഷ്. ഉറക്കെ തന്നെ പറഞ്ഞോ. ആദിപുരുഷ്. ഞാൻ ചിരിച്ചു മടുത്തിരിക്കുന്നു. കുഴപ്പമില്ല. അതായത് ആദ്യത്തെ പുരുഷൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, കാണാം. കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ കിട്ടി ബോധിച്ചതാട്ടോ. കിട്ടി ബോധിച്ചതാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. അതായത് സ്ട്രൈക്ക് തന്ന ടീമാണ് റിയാക്ഷന്. അതുകൊണ്ട് തന്നെ കൂടുതലധികം ഡയലോഗൊന്നും വേണ്ട, കാണിച്ചു കൊടുത്തിട്ട് പോവാം. അതായിരിക്കും നല്ലത്. കൂൾ പോന്നോട്ടെ. കാണുക, പേടിയോടെയാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഹനുമാനല്ലത്. ആളെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയതാ, പക്ഷെ കിട്ടിയതോ പപ്സും. അതേ കിട്ടുള്ളൂ. ഡയറക്ടറെ പേഴ്സണലായി വിളിച്ച് അഭിനന്ദിച്ച സിനിമ ഇന്ത്യൻ രാമായണത്തിന്റെ ഒരു ആധുനിക പതിപ്പ് ആദിപുരുഷ്. ആധുനിക രാമായണം ബൈ ഈരിക്കാട് ചെല്ലപ്പനൻ സംഘം. പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്ക്ലെയിമർ ആണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ പടം കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി ഇത് കയ്യിന്ന് പോയിന്ന്. മഹത്തായ ഇന്ത്യൻ ഇതിഹാസമായ വാൽമീകിയുടെ രാമായണത്തെ പരിഹസിക്കാനോ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഞാനും നൈസായിട്ട് പറയുകയാണ്, ഈ റോസ്റ്റ് രാമായണത്തെ റോസ്റ്റുന്നതല്ല, ഈ സിനിമയെ മാത്രം റോസ്റ്റുന്നതാണ്. കഥാപാത്രങ്ങളെ ഞാൻ രാമൻ സീത എന്നൊന്നും വിളിക്കാൻ പോകുന്നില്ല, കാരണം അങ്ങനെ വിളിച്ചാൽ അത് അവർക്കൊരു അപമാനമാണ്. അപ്പൊ പടം തുടങ്ങുന്നത് തന്നെ വില്ലടിച്ച് കല്യാണം കഴിക്കുന്ന പ്രഭാസിൽ നിന്നാണ്. ഈ സമയം ഒരു ആന്റി ഒരു അങ്കിളിനോട് പറയും അവരുടെ മകനെ രാജാവാക്കണമെന്ന്. മാത്രമല്ല പ്രഭാസിനെ കാട്ടിലേക്ക് അയക്കുകയും വേണം. അത് സമ്മതിച്ച അങ്കിൾ യേശുവിനെ വിളിച്ച് പറയും പ്രഭാസിനെ വിളിച്ച് പറയും കാട്ടിലേക്ക് വിട്ടോളാൻ. ഇത് കേട്ടതും പ്രഭാസ്കാരും ബ്രദറിനെയും കൂട്ടി കാട്ടിലേക്ക് യാത്രയാവും. പിന്നാലെ പ്രഭാസ്കാരുവിന്റെ വൈഫും. അപ്പൊ ഈ സീൻ കണ്ട് ഇമോഷണൽ ആയ ഒരാള് പ്രഭാസിനെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും നൈസായി കാരുവിന്റെ ചെരുപ്പങ്ങൂരി വാങ്ങും. അങ്ങനെ അയാൾ ആ ചെരുപ്പം എടുത്തുണ്ടെങ്കിൽ പോകും. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മലയാള നടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നോക്ക്, ഇത് മമ്മൂക്കയല്ലേ? ഇതിൽ അവർ യാത്ര ഇനിയും തുടരും. ഒരു വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു ഗുഹയിലാവും അവരുടെ താമസം. അപ്പോ ഒരു ദിവസം ചേച്ചിക്കൊരു ശങ്ക, എന്തോ ശരിയല്ലെന്ന്. അത് കേട്ടതും ശേഷു ഒരു അമ്പലത്തിൽ നിലത്തേക്ക് ഷൂട്ട് ചെയ്യും. പ്രത്യക്ഷപ്പെടും. നാം ഇതിനകത്തായിരിക്കുമ്പോൾ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ തന്നെ അവർ അവിടേക്ക് വരികയാണ്. പറ്റില്ല. പക്ഷെ അപ്പോഴും ചേച്ചി വൻ ടെൻഷനിലാണ്. കാരണം കാര്യം എവിടെയാണെന്ന് അവർക്കറിയില്ല. എന്നാലും നമ്മുടെ പ്രഭാസ്കാർ ഇത് എവിടെ പോയിരിക്കാവും? അദ്ദേഹം വെള്ളത്തിനടിയിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പുഴയുടെ ചുറ്റും ഡെമന്റേഴ്സും അവരുടെ ക്യാപ്റ്റനും നിൽക്കുന്നുണ്ടാവും. സംശയിക്കണ്ട. ഈ സമയം ചേച്ചി അവിടെ ശേഷുവിനോട് ഗാരുവിനെ രക്ഷിക്കാൻ ചെല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാവും. പക്ഷെ ശേഷു പറയും അവസാനം ശേഷു വരാൻ മനസ്സിലാക്കി ഗാരു ഇനി അധികം നേരം വെള്ളത്തിനടിയിൽ നിന്നാണ് പടം കയ്യുമെന്ന് വിചാരിച്ചു ചാടി മോളിൽ വന്ന് ബാഹുബലി സ്റ്റൈലിൽ ഡെമന്റേഴ്സിനെല്ലാം അമ്പേത് കൊല്ലും. അമ്പേത് അന്യനെയും കൊല്ലും. എന്നിട്ട് സ്ലോ മോഷനിൽ ഇതേ സമയം ലങ്കയിൽ സംശയിക്കണ്ട ആസ്ഗാർഡ് തന്നെ ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചതാ. സത്യം പറഞ്ഞ രാവണന്റെ സ്വർണ്ണക്കോട്ടയ്ക്കൊക്കെ കൂടുതൽ മാച്ച് ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ്. ബ്രൈറ്റ്നസ് കുറയ്ക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അങ്ങനെ ലങ്കയിലെ കൊട്ടാരത്തിൽ സേഫുവിന്റെ ഭജന കൂടുകയാവും. ഈ ഭജന കേട്ട് അവിടെയുള്ള പ്രതിമകളൊക്കെ വൻ വൈബിങ്. നമ്മൾ പല ടൈപ്പ് രാവണനെയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് പൈസ ക്രീമും തെച്ച് ജെല്ലിട്ട് മുടി സെറ്റാക്കി വെച്ച ഒരു ഫ്രീക്കൻ രാവണൻ. ഇങ്ങനത്തെ പ്രതിമ വരെ കൊല ഫ്രീക്കാണ്. ഈ സമയം അങ്ങോട്ട് വരികയാണ് സേഫുവിന്റെ സിസ്റ്റർ. എന്നിട്ട് പറയും എന്റെ മൂക്ക് പോയി ചേട്ടാ. സേഫു അതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോ അവര് പറയും ഞാൻ ബാഹുബലിയുടെ ഷൂട്ടിംഗ് കാണാൻ പോയതായിരുന്നു. അപ്പൊ തന്നെ
അങ്ങനെ ഞാൻ പോയി പ്രപ്പോസ് ചെയ്ത്. അപ്പൊ അങ്ങനെ പറയാ, ഞാൻ വിവാഹിത. ഓൺ ദ സ്പോട്ട് ഞാൻ പോയി ഗാരുവിന്റെ വൈഫിനെ കണ്ട് കാര്യം പറഞ്ഞതാ. ഇത് കണ്ടത് പ്രഭാസിന്റെ ബ്രദറിന്റെ മൂക്കിന് ടമ്പി. ഇത് കേട്ടത് സേഫുവിന് ആകെ നിരത്തി വെച്ച സ്ക്രീനിൽ നിന്ന് ചാടി പോന്ന് തോന്നിയോണ്ടാ തോന്നണു പകുതി എടുത്ത് മേലെ കെട്ടി വെച്ചത്. ഗാരുവിന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ആക്കും. നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ ഗാരുവും വൈഫും റൊമാൻസ് ചെയ്യുന്ന ഒരു ദിവസം അത്താമര വരെ VFX. അത് പിന്നെ 700 കോടി ബഡ്ജറ്റ് ഉണ്ടല്ലോ. സോ അങ്ങനെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി അത് കാണുന്നത്. ഒരു സ്വർണ്ണമാൻ. അതിനെ കണ്ടതും ചേച്ചി ഗാരുവിനോട് പറയും അതിനെ പോയി പിടിക്കാൻ. അത് കേട്ടതും ഗാരു മാനിനെ പിടിക്കാൻ വേണ്ടി ഓടും. ഈ ഗ്യാപ്പിൽ ചേച്ചി നൈസായിട്ട് ഗുഹയിലെത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഗൈസ് ട്വിസ്റ്റ്. സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനാണ്. ഗാരുവിന് എന്തോ ഡേഞ്ചർ വരാൻ പോവാന്ന് വിചാരിച്ച് ശേഷു അങ്ങോട്ട് ചെല്ലും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അതൊരു മാനല്ല, സേഫുവിന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു എന്ന്. ഇത് കണ്ടപ്പോ അവർക്ക് മനസ്സിലാവും എന്തോ എവിടെ ഒരു തകരാറ് പോലെ ഉണ്ടെന്ന്. സേഫ് അവിടെ ഒരു സന്യാസിയുടെ വേഷം കെട്ടി ചേച്ചിയുടെ അടുത്ത് വന്ന് കുറച്ച് അരി ചോദിക്കും. അങ്ങനെ അരി എടുത്തു കൊടുക്കുമ്പോൾ സേഫ് ഗ്രൂട്ടായി മാറും. എന്നിട്ട് ചേച്ചിയെ പിടിച്ച് വലിച്ചു കെട്ടി വിനയസാറിന്റെ സെറ്റിൽ കൊണ്ടുവന്നൊരു വവ്വാലിന്റെ മേത്ത് കെട്ടി വെച്ച് പറന്നു പോകും. പുഷ്പക വിമാനം അപ്പോഴേക്കും ഗാരുവും ബ്രോവും അങ്ങോട്ട് ഓടി വരും. പക്ഷേ അറിയാലോ ഗൈസ്, ശേഷുവിന്റെ ചേച്ചിയെ തന്നെ സംഭവിക്കില്ലായിരുന്നു. സമയത്ത് ഞാനല്ലെന്ന് പറഞ്ഞ് ഗാരുവിന് മച്ചു വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ സേഫു ചേച്ചിയെ കൊണ്ട് പറന്നു പോവുകയാവും. അപ്പോഴാണ് ഒരു കിളി വരുന്നത്. ഇത് ജഡായുവാണ് ഗൈസ്. സേഫ് എയറിൽ നിന്നൊരു വാളെടുത്തൊരൊറ്റ വെട്ട. കിളി നേരെ ചെന്ന് വരുന്നത് ഗാരുവിന്റെ മുന്നിലും. എന്നിട്ട് പറയും സേഫു. അങ്ങനെ പോണ വഴി സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ചേച്ചി മാലയുടെ മൊത്തം നിലത്തിടും. അത് നേരെ പോയി വീണതോ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ഈ സമയം അന്ന് ലങ്കയിലെത്തിയ സേഫു ജപ്പാനിലെ ചെറി ബ്ലോസം അല്ലേ ഇത്? അവിടുന്ന് സേഫു ചേച്ചിയോട് ഹെവി ഡയലോഗാ. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ ദാസനായി കഴിഞ്ഞുകൊള്ളാം. എന്റെ സുവർണ അരമനയുടെ ചുവരുകളിൽ നിന്നെ പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണോ? ഈ കൊട്ടാരം മൊത്തം മരിച്ചു പറക്കിട്ട് തുഞ്ചത്തുള്ള വവ്വാലിനെ മാത്രമേ ഞാൻ ഗോൾഡായിട്ട് കണ്ടിട്ടുള്ളൂ. ഗോൾഡിനെ കുറിച്ച് ആകെ പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ആൻ അൽഫോൺസ് പുത്രൻ ഫിലിം. ചേച്ചി അന്വേഷിച്ച് നടക്കുകയാവും. അപ്പോഴാണ് അവർ ബജ്രംഗിനെ കണ്ടുമുട്ടുന്നത്. ബജ്രംഗ് അവരെ നേരെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൽ കൊണ്ടുപോകും. അപ്പൊ അവിടുത്തെ ഗോറില്ല ഒരു മുത്തെടുത്ത് കാണിക്കും. എന്നിട്ട് പറയും ഗാരുവിനെ സഹായിക്കണമെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന്. ഇതും പറഞ്ഞ് ഗാരുവിനെ നേരെ ടെമ്പിൾ റൺ എന്റെ സെറ്റിലേക്ക് കൊണ്ടുപോകും. അവർക്ക് വേണ്ട ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ഗൊറില്ല ഉണ്ട്. അതിനെ ഇടിച്ചു തോൽപ്പിക്കാൻ ഒരു ഹെൽപ്പ്. അതെ ഗൈസ്, ദി വാലി സുഗ്രീവൻ ക്ലാഷ്. വൺ ഫൈറ്റ് ആണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഗാരു വാലി അമ്പെയ്ത് കൊല്ലും. അങ്ങനെ ഫൈറ്റ് ജയിച്ചതോടുകൂടി സുഗ്രീവൻ ഗാരുവിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കും. അവർ ചേച്ചി എസ്കേപ്പ് ആക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഒരു ചെറിയ സംഘത്തെ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് അയക്കാം. ആ പ്ലാൻ പ്രകാരം ബജ്രംഗ് ലങ്കയിലേക്ക് പോകും. എന്നിട്ട് ചേച്ചിയെ കണ്ടിട്ട് പറയും പേടിക്കണ്ട, ഗാരു ഓൺ ദ വേ ആണെന്ന്. ബട്ട് ഗൈസ്, അപ്പോഴേക്കും അവിടെ സേഫുവിന്റെ മകൻ വരും. വെള്ളി പണിയെടുക്കുന്ന സേഫുവിന്റെ അടുത്ത് കൊണ്ടുപോകും. തന്നെ നല്ല സിംപ്ലനായ ഒരു രാജാവാണ് സേഫു. അങ്ങനെ ബന്ധനസ്ഥനായ ബജ്രംഗിനെ വധിക്കണോ വേണ്ടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് വിഭീഷണൻ പറയുക, ലങ്കയിലെത്തുന്ന ദൂതന്മാരെ ഒരിക്കലും വധിക്കുന്ന പതിവില്ല. അതുകൊണ്ട് അവർ ദൂതന്റെ വാല് കത്തിച്ചു കളയാൻ തീരുമാനിക്കും. എന്നിട്ട് ബജ്രംഗ് ചേച്ചിയുടെ അടുത്ത് നേരെ പോയിട്ട് പറയും എസ്കേപ്പ് ആവുമെന്ന്. അപ്പൊ ചേച്ചി പറയും നോ, ഗാരു വന്നാലേ ഞാൻ വരത്തുള്ളൂ. ഈ കാര്യം വാനരസേനയല്ലേ ഒരങ്ങന്മാരെവിടെ. അങ്ങനെ
അങ്ങനെ ഗാരും ഗോറില്ല ഗാങ്ങും ലങ്കയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ എങ്ങനെ? കടല് കടന്നു പോകാൻ അവർക്ക് പറ്റില്ലല്ലോ. അതോർത്താരും പേടിക്കേണ്ട ഗൈസ്, എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ഗാരു ബ്രഹ്മാസ്ത്രം എടുത്ത് കടലിന് നേരെ പിടിക്കും. അപ്പത്തെ സമുദ്രദേവൻ പൊങ്ങി വരും. ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സമുദ്രദേവൻ വന്ന് രാമസേതുവിന്റെ ഐഡിയ കൊടുക്കും. അതുവഴി ഗാരു ആൻഡ് ടീം ലങ്കയിലെത്തും. പാട്ടുകൾ ഇതിലേക്ക് വരുമ്പോ അടിപൊളിയാട്ടോ. എന്താണെങ്കിലും സത്യം കിട്ടും. So guys, it's time for the first face-to-face clash of Garu and Seifu. ഇത്തവണ സൈഫു സമാധാന പാതയിലാണെന്ന് തോന്നുന്നു. ചേച്ചിയെ വിട്ടയക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ് കൊടുത്തു. ബട്ട് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സൈഫുവിന്റെ മോൻ ഇന്ദ്രജിത്ത്. ശരിക്കും ഉപയോഗിക്കാത്ത ഇന്ദ്രജിത്ത് അല്ല, ഈ ഇന്ദ്രജിത്ത്. മൂപ്പർക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്. ഫ്ലാഷ് ആണ്, ഫ്ലാഷ്. അങ്ങനെ ഇന്ദ്രജിത്തിനെ ശരിക്കും ഒരാൾ ഉപയോഗിക്കുകയാണ്. സൈഫു ഇന്ദ്രജിത്തിനെ കൊണ്ട് ചേച്ചിയുടെ കഴുത്ത് മുറിപ്പിക്കും. ബട്ട് ആരും പേടിക്കണ്ട ഗൈസ്, അതും സൈഫുവിന്റെ ഒരു ട്രിക്കായിരുന്നു. അതിന്റെ ദേഷ്യം വന്ന് ഗാരു ആൻഡ് ടീംസ് അസംബിൾ ആവും. പക്ഷേ ഈ ബിൽഡപ്പ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ദ്രജിത്ത് വന്ന് ശേഷിവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യും. ശേഷി വീണതുകൊണ്ട് യുദ്ധം കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗാരുവും ടീംസും ശേഷുവിനെ കൊണ്ട് ക്യാമ്പിലേക്ക് പോകും. ശേഷുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതിനൊരു വഴിയേ ഉള്ളൂ. തരച്ചൊഴിച്ച് ശേഷുവിന് ജീവൻ വെപ്പിക്കും. ഈ സമയം മറ്റൊരാൾ അവിടെ പാമ്പിനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാവും. ഇവിടെയാണെങ്കിലോ ഗാരുവും ടീംസും സൈഫുവിനെ തോൽപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഭീഷണൻ ലങ്കയുടെ ബ്ലൂ പ്രിന്റുമായി വരുന്നത്. അതായത് ഇന്ദ്രജിത്ത് കുളിക്കാൻ പോകുമ്പോൾ ഇന്ദ്രജിത്തിന് ശക്തി ഉണ്ടാവില്ല അത്രേ. ടാറ്റു ലങ്ക വൻ ഫ്രീക്ക് ആയിരുന്നു. ഇങ്ങനത്തെ ടാറ്റൂസ് മാത്രമൊന്നുമല്ല, എല്ലാ ഹെയർ കട്ട്സും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇന്ദ്രജിത്ത് കുളത്തിലിറങ്ങിയപ്പോൾ ശേഷു പിന്നാലെ ഇറങ്ങി ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. അതോടെ ഗാരു ആൻഡ് ടീംസ് അറ്റാക്കിംഗ് തുടങ്ങും. ഇത് കണ്ടതോടുകൂടി ടെറസിന്റെ മുകളിൽ പല്ലതിച്ചുകൊണ്ടിരുന്ന സൈഫുവിന്റെ ടീംസും അതെ ഓർക്സ് തന്നെ. പിന്നീട് അവിടെ യുദ്ധം നടക്കുകയാണ്. വൻ ബോംബിക്കാണ് ഗൈസ്. ഗാരുവിന്റെ ടീമിൽ നിന്ന് കുറെ ആൾക്കാർ കോട്ടയിലേക്ക് കയറാൻ ശ്രമിക്കും. അപ്പോഴേക്കും അവന്മാർ ബേബ്ലേഡ് ഇറക്കും. ഇനിയാണ് ഒരു എൻട്രി. കുംഭകർണന്റെ വൻ സൈസ് ടെറർ മനുഷ്യനാണ് കുംഭകർണൻ. പക്ഷെ ഇതിൽ It's time for the final clash. Garu versus Seifu. Seifu has ഫുൾ അടി നടക്കുകയാണ് അവിടെ. അയ്യോ ഗാരു ഇപ്പൊ തീരും. ബജ്രംഗ് വന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഓ മാൻ, സൈഫു പിന്നെ പവർ എടുക്കുകയാണ്. അപ്പതാ നമ്മുടെ ഗാരു ബ്രഹ്മാസ്ത്രം ഇറക്കി. നേരെ സൈഫുവിന്റെ നെഞ്ചത്തേക്ക്. സൈഫു തീർന്നു ഗൈസ്. ലാസ്റ്റ് ഗാരു ചേച്ചിയും കൂട്ടി പുഷ്പക വിമാനത്തിൽ തിരിച്ചു നാട്ടിൽ പോവും. പടം കഴിഞ്ഞ്. ഗൈസ്, ഈ റോസ്റ്റ് നിങ്ങളിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെ മാത്രമാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരു സിനിമ വഴി രാമായണത്തെ പറ്റി അറിയാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ സിനിമയൊന്നും കാണാൻ നിൽക്കരുത്. പകരം 1993 ഇറങ്ങിയ ഒരു ജാപ്പനീസ് ആനിമേറ്റഡ് മൂവി രാമായണ ദി ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ, അതൊക്കെ ഇരുന്ന് കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ ചിരിച്ചൊരു വഴിയായി. ആ സിനിമയെ മാത്രം ട്രോൾ ചെയ്യാൻ ഒരു വീഡിയോ ആണ്. റിയാക്ഷൻ ചെയ്തോന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അതെല്ലാരും ആ ഒരു മൈൻഡിൽ തന്നെ എടുക്കുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ രാമായണം ചെയ്യണം. രാമായണം എവിടെ കിടക്കുന്നു, ആദിപുരുഷ് എവിടെ കിടക്കുന്നു.
അയ്യോ എത്രയോ മാറ്റങ്ങൾ, എത്രയോ വ്യത്യാസങ്ങൾ. അപ്പൊ എന്തായാലും അതിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ ആരും അങ്ങനൊന്നും തെറ്റായിട്ടുള്ള രീതിയിലൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. ഏതാണെങ്കിലും ചിരിച്ചൊരു വഴിയായിട്ടോ. ഇവിടെ വേദനിക്കുന്നതാ, വെയ്യർത്ത് ചൂടും ഉണ്ട്, എന്നാ വെയ്യർത്തിട്ട് നിക്കാൻ വയ്യ, ആ അവസ്ഥയിലാണ്. ഞാൻ ഭയങ്കര ഞാൻ ഇത്രയും ചിരിച്ചൊരു വീഡിയോ ഉണ്ടായിട്ടില്ല. അതിനകത്ത് കുറെ ഐറ്റം കയറ്റിയിരിക്കുന്നതേ ഒരു രക്ഷയില്ല. അല്ല എന്തൊരു സ്റ്റാൻഡേർഡാണ് ആളുടെ റോസ്റ്റിങ്, സത്യം കൊട്ടൂരാട്ടോ ആളുടെ, ഭീകരം ഭീകരം. ലാസ്റ്റ് കണ്ട് ഈ കട്ടിടുന്നതിന് മുൻപ് എറിഞ്ഞ് ആൾക്കാരെ എറിഞ്ഞു തുടങ്ങി. സൂപ്പർ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. വയ്യ.